കവളങ്ങാട് പഞ്ചായത്തിൽ പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു വിതരണോദ്ഘാടനം നിർവഹിച്ചു. 10 ലക്ഷം രൂപയോളം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകർക്കായി പോത്തുകുട്ടികളെ നൽകുന്നത്. ഓരോ കുടുംബത്തിനും കൂടുതൽ വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കവളങ്ങാട് പഞ്ചായത്തിൽ പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു വിതരണോദ്ഘാടനം നിർവഹിച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു എളിയ പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് അവർക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരു പോത്തുകുട്ടിയെ കൊടുത്താൽ 1-2 വർഷത്തിനുള്ളിൽ അവർക്ക് നല്ലൊരു വിലയ്ക്ക് ഒരു പോത്തിനെ വിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക. കിടാരികളെ കൊടുത്തുകൊണ്ട് നമുക്ക് പാലുൽപാദനം കൂട്ടുകയും അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മുട്ടക്കോഴികളെ കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്ക് വീട്ടിൽ തന്നെ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെറിയൊരു വരുമാന മാർഗത്തിനോടുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യക്തിഗതമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി കൊടുത്തു തീർക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പോത്തുകുട്ടിയുടെയും വിതരണം ഇവിടെ നടക്കുന്നത്. പഞ്ചായത്തിലെ പുത്തൻകുരിശിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നൌഷാദ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ ശിവൻ, പഞ്ചായത്ത് അംഗം സുഹറ ബഷീർ, CDS ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ, കർഷകർ എന്നിവർ പങ്കെടുത്തു. 10 ലക്ഷം രൂപയോളം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകർക്കായി പോത്തുകുട്ടികളെ നൽകുന്നത്. 154 കുടുംബങ്ങൾക്ക് പോത്തുകുട്ടിയെ വിതരണം ചെയ്യാനാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. 50% സബ്സിഡി നൽകിയാണ് വിതരണം. ഇത്തരം പദ്ധതികൾ പഞ്ചായത്തിലെ ഓരോ കുടുംബങ്ങൾക്കും അധിക വരുമാനം ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു പറഞ്ഞു. മീഡിയ അസിസ്റ്റ് കോതമംഗലം.